ആലിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു പ്രൈവറ്റ് ഓട്ടം കിട്ടിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ വണ്ടി എടുത്ത് ഇപ്പം 2 മാസമായി പ്രൈവറ്റ് ഓട്ടം നമുക്കിപ്പോൾ കിട്ടുന്ന. അത് സാധാരണ ഒരു സ്ഥലമല്ല, അത് നല്ല നമ്മുടെ തമിഴ്നാട് കേരളം അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിന്ന് പോകുന്നത്. അത് നമ്മുടെ ഓട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കസ്റ്റമറെ നമുക്ക് ഒരു ഹർത്താൽ ദിവസമാണ് നമുക്ക് യൂബറിൽ നിന്ന് കസ്റ്റമറെ കിട്ടിയത്. പിന്നെ അവർ ആ ഹർത്താൽ ദിവസം തന്നെ ഒന്നുകൂടെ വിളിച്ച് അവരെവിടെ കൊണ്ട് നന്തൻകോട് നിന്ന് അവിടെ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങനെ വിളിച്ച് അങ്ങനെ കമ്പനിയായി അവരുടെ സ്ഥിരം ഓട്ടോ വരും, നല്ല ഓട്ടം കിട്ടും. ഇന്ന് അവരുടെ ഒരാൾ വരുന്ന അവരെ നന്തൻകോട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വിട്ടിട്ട് അവിടെ ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിനുശേഷം നെട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ തമിഴ്നാട് ബോർഡറായിട്ടൊക്കെ വരും. ബോർഡറിൻ്റെ ഇപ്പുറവും ബോർഡറായിട്ടൊക്കെ വരും. അവിടെ തന്നെ കിടില റിസോർട്ടുണ്ട്, ഒരു അനന്ത്യ റിസോർട്ട് എന്നും പറഞ്ഞു. നമ്മുടെ ജയറാമിൻ്റെ മാളൂട്ടിയൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത അവിടെയാണ്. ആ കൊച്ച് ഹോളിൽ കൂടെ വീഴുന്നതൊക്കെ അവിടെയാണ്, ആ റിസോർട്ടാണ്. പണ്ട് വേറെ പേരായിരുന്നു, ഇപ്പം അനന്ത്യ റിസോർട്ട് എന്നും പറഞ്ഞു. അതിൻ്റെ അതിമനോഹരമായ നയന കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. സൂപ്പറാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് പിന്നെ CNG ഫില്ല് ചെയ്യണം. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ നന്തൻകോട് നിന്നുണ്ട്. നന്തൻകോട് നിന്ന് 50 ഉണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റർ അതായി. പിന്നെ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് വരാം. അതൊരു 10 മൊത്തം എല്ലാം കൂടെ ഒരു 120-125 കിലോമീറ്റർ വരും. അര ടാങ്ക് CNG നമുക്ക് വേണ്ടി വരും. ഇപ്പോഴത്തെ CNG ആണെങ്കിൽ അടിച്ചാൽ മുതലാവുന്നില്ല, കിലോമീറ്റർ കിട്ടണില്ല, മൈലേജ് കിട്ടണില്ല. ഒന്നിൽ വെളുപ്പിനെ അടിക്കണം, അല്ലെങ്കിൽ രാത്രി അടിക്കണം. ഫുഡ് കഴിച്ച് CNG അടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 8:50 ഫ്ലൈറ്റിനാണ് വരുന്നത്. മണി ഇപ്പോൾ 8:15. നമുക്കിവിടെ നിന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ വേണം എയർപോർട്ട് എത്താൻ, ഇവിടെ ബസ്സിൽ എത്താൻ. ഒന്നിൽ അവിടെ നിന്ന് CNG അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് CNG അടിച്ച് ഫുഡും കഴിച്ചിട്ട് പോകണം. നോക്കാം. ഫ്ലൈറ്റ് നേരത്തെ ഇറങ്ങി. സാധാരണ എയർ ഇന്ത്യയൊക്കെ ലേറ്റ് ആവുന്നതാണ്. ഇന്നിപ്പോൾ 10 മിനിറ്റ് നേരത്തെ ഇറങ്ങി. വണ്ടി ടെസ്റ്റിൻ്റെയൊക്കെ കിടപ്പുണ്ട്. ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും ടെസ്റ്റായി. 2 വർഷം കറക്റ്റ്. അപ്പോഴത്തേക്ക് ഒരു 75,000 കിലോമീറ്റർ ആകും. ഇപ്പം 64 നമുക്കിനി എന്തായാലും മേഡം ഇതുവരെ വിളിച്ചില്ല, ഇറങ്ങിയിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി കൊച്ചുകളിൽ നിന്ന് CNG അടിച്ചിട്ട് വരാം. നമ്മൾ CNG അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ വിളിച്ച് അവർ ഇറങ്ങിയെന്നും പറഞ്ഞു. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. രാവിലെ ഈ റോട്ടിൽ വരാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് ഇടയ്ക്ക് വെച്ച് ഇത് അടയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് ഫുള്ള് ക്ലോസ് ചെയ്യുമെന്ന് പറയുന്നത്. എന്നിട്ട് പാരലായിട്ട് വേറെ റോഡ് ഒരുപാട് നാളായി, പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 1 വർഷമായി. ഇപ്പം ക്ലോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിക്കൊന്നും ഇനി സമരം ചെയ്തുമല്ല അത് നിർത്തിച്ചോ സ്റ്റേ ചെയ്തിപ്പിച്ചോ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മളെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് 9:45. ഇപ്പം 11 മണിക്ക് നമുക്കിവിടെ നിന്ന് റിസോർട്ടിലേക്ക് നമുക്ക് ആദ്യം പോയി ഒന്ന് കഴിക്കണം. ഹോട്ടലിൽ നിന്ന് വല്ലതും കഴിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഏതുണ്ടെന്ന് നോക്കട്ടെ. ഹോട്ടലാണെങ്കിൽ നല്ല ഗോതമ്പ് ഇടിയപ്പവും കടലക്കറിയും കിട്ടും. നല്ല അടിപൊളി ഇടിയപ്പമാണ്. നല്ല നോക്കാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നേരെ നമ്മുടെ നന്തൻകോട് അവിടെ പോവുകയാണ്. ഒന്ന് പോയിട്ട് 11 മണിക്ക് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ടാവും. അവർ വരാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ നിന്ന് മൊത്തം ഇനി 44 കിലോമീറ്റർ, 1.5 മണിക്കൂർ. കാട്ടാക്കട, വെള്ളാറട അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് പോയി അറിയാം. മഴയാണെങ്കിൽ അവിടുത്തെ നല്ല സെറ്റ് ഫ്രെയിംസ് ആയിരിക്കും ഫോട്ടോസിനും വീഡിയോസിനൊക്കെ. എന്തായാലും കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ അനന്ത്യ റിസോർട്ടിൻ്റെ അകം കേട്ടോ. നമുക്ക് ഇത് അങ്ങനെ കയറി വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഇവർ സമ്മതിക്കത്തില്ല. ഇന്ന് എന്ത് വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു 2-3 വർഷം മുന്നെയാണ് ഇവിടെ 2-3 ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. നമുക്ക് മുമ്പ് കോട്ടേജ് എല്ലാം ആ സൈഡായിരുന്നു. അങ്ങോട്ട് ആ ഭാഗത്തോട്ടാണ് അതാ കാണുന്നതൊക്കെയാണ് കോട്ടേജ്. അങ്ങോട്ടെല്ലാം നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ റിസർവോയറിലോട്ട് നല്ല കിടിലം വ്യൂ ആണ്. പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുറേ സംഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പുതിയ പുതിയ കോട്ടേജും കാര്യങ്ങളെല്ലാം പണി നടക്കുകയാണ്. നമുക്ക് പോകുന്ന വഴിക്ക് റിസർവോയറിൻ്റെ അവിടെ ഇറങ്ങി 2-3 ഫോട്ടോ എടുത്ത് അവിടെ അക്ഷയപാത്രം എന്ന് പറയുന്നൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. ആ റിസർവോയറിൻ്റെ അവിടെ നിന്ന് തന്നെ മീനൊക്കെ പൊരിച്ച് തരും. പിടിച്ചല്ല അവിടെ നിന്ന് ലേലത്തിന് എടുക്കുന്ന മീനാണ്. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ കാണിച്ചു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് ആ ഇൻഫിനിറ്റി പൂൾ. അത് ഒരു രക്ഷയില്ലാത്ത ആ സാധനത്തിന് നമ്മളിവിടെ കൊടുക്കണം. പക്ഷേ നല്ല പൈസ ഉണ്ട് കേട്ടോ. 15K ഉണ്ട് ഇവിടുത്തെ ഒരു ദിവസത്തെ സ്റ്റേ. നല്ല അപാര ആംബിയൻസ്, നല്ല കിടിലം ഇൻഫിനിറ്റി പൂളുമാണ്. ഇതെല്ലാം കോട്ടേജാണ് കേട്ടോ. ഇൻഫിനിറ്റി പൂള് ആ ഭാഗത്ത് എവിടെയാണ്, അങ്ങോട്ട് എവിടെയാണ്. ഫോട്ടോസിനൊക്കെ പറ്റിയ കിടിലം ആംബിയൻസ് ഉള്ള സംഭവമാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയുള്ള സംഭവമാണ്. വൈകിട്ടൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്കിവിടേക്ക് ഇരുന്ന് ചായയൊക്കെ നല്ല അടിപൊളിയായിട്ട് കുടിക്കാം. പിന്നെ ഇവിടെ നേരത്തെ ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുയലുണ്ടായിരുന്നു ഇവിടെയൊക്കെ. പിന്നെ ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ബാസ്ക്കറ്റ് ബോളുണ്ട്. പിന്നെ പെറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ പെറ്റ് ഫ്രണ്ട്ലിയാണ്. നമ്മുടെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാം. അവർക്ക് വാക്കിങ്ങിനും അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൗകര്യമുണ്ട്. അതിനും കൂടെ ചേർത്തൊക്കെ തന്നെ നല്ല റേറ്റ് മേടിക്കുന്നത്. ഇവരുടെ മെയിൻ റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ ഗസ്റ്റിനുള്ള റെസ്റ്റോറൻറ്റാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. മുമ്പ് കാറ് നമുക്കിവിടെ കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് കിടത്തി വിടത്തില്ല. ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇതിനകത്ത് എൻട്രി ഉള്ളൂ. ചുമ്മാ ഒന്ന് ടാരിഫ് നോക്കാൻ പോലും ഇതിനകത്ത് കയറ്റത്തില്ല ഇവന്മാർ. അന്ന് ഒരു പ്രാവശ്യം ഞാനും ഭയങ്കരമായിട്ട് ഇവിടെ ചുമ്മാ ഒന്ന് അകത്ത് അവന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ കയറ്റിയില്ല. നമ്മളവർ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ കയറി കണ്ട് കുറച്ചൊക്കെ. ഇതൊക്കെ കണ്ടോ, നല്ല കിടില ആംബിയൻസിലുള്ള സംഭവമാണ്. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോഴും ഇത് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ സംഭവങ്ങൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കോട്ടേജ് കംപ്ലീറ്റും നമ്മുടെ റിസർവോയർ ഫേസിങ് ആണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ മാരക ലുക്കാണ്. ആംബിയൻസ് രാത്രി കാണണം, നല്ല രസമാണ്. ചെറിയൊരു ഗാർഡിൻ്റെയൊക്കെ ഫീൽ കിട്ടും. ഇനി എന്തായാലും അയ്യോ തളർന്നു വീട്ടിലെടുത്ത് നമുക്ക് നേരെ ഇനി വണ്ടി എടുത്ത് സ്ഥലം വിടാം. ഫുഡും കഴിച്ചിട്ട് നമുക്കിന്ന് കൊച്ചി ഓഫീസിൽ വരെ പോകണം. ഇന്നത്തുമില്ല, ഇന്ന് രാത്രി തിരിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഇലക്ട്രിക് കാറും കൊണ്ട് നമ്മളെ ബ്ലോക്ക് ചെയ്ത കാര്യം ഒന്ന് നോക്കണം, മാറാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ രാത്രി തിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ആനന്ദും അനൂപും കൂടെ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം. നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലും പിന്നെ പറമേൽക്കാവും കൂടെ പോയിട്ട് നേരെ ഊബർ ഓഫീസിലും പോയി കാര്യം നോക്കണം. എന്നിട്ട് നാളെ രാത്രി തന്നെ എത്താം. വണ്ടിയിൽ വീടെത്താനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇവിടേക്ക് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ഈ റിസോർട്ട് ഇത്തിരി കോസ്റ്റ്ലിയാണ്. ഈ സ്ഥലം ഇവിടെ നിന്ന് നമുക്കൊരു 10 കിലോമീറ്ററേ ഉള്ളൂ തൃപ്പരപ്പ്. അപ്പോൾ വൺ ഡേ ടൂറിന് പറ്റിയവർക്ക് നമുക്ക് നെട്ട ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്തിനെങ്കിലും കുറച്ച് മാറ്റി പിടിച്ച് നമ്മൾ നെട്ട ഡാം വിസിറ്റ് ചെയ്യാം. അതേപോലെ പോകുന്ന വഴിക്ക് കുറേ സ്ഥലമുണ്ട്. തൃപ്പരപ്പുണ്ട്, പിന്നെ ജെയിൻ ടെമ്പിളുണ്ട്. ഇതെല്ലാം തൊട്ടടുത്താണ് ഇവിടെ നിന്ന്. നമ്മുടെ സിറ്റിയിൽ നിന്ന് ആ സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ഡ്രൈവേ ഉള്ളൂ നെട്ടയായിട്ട്. ഇതൊരു നല്ലൊരു സ്പോട്ടാണ്, അടിപൊളിയാണ്. മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ടെത്തി. അയ്യോ, അപ്പം നമുക്കിനി ബാക്കി വിശേഷം അങ്ങോട്ട് പോയിട്ട് 2-3 വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ അനന്ത്യ റിസോർട്ടിനെ വിട പറയുകയാണ്. നമുക്കിനി വീണ്ടും കാണാം. ഫാമിലിയായിട്ടൊന്ന് വരണം ഇവിടെ. പണ്ടേ വിചാരിച്ചതാണ്, പിന്നെ അന്നത്തെ പ്രൈസ് കേട്ടിട്ട് പിന്നെ അതിനുള്ളതില്ലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വേണ്ടാന്ന് വെച്ച് ഒരു മണി. ഇനി നമുക്ക് ഫുഡും കഴിച്ചിട്ട് നേരെ ഇവിടെ പെട്ടെന്ന് എത്തണം. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്ത്, ഇത് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് ഇരിക്കുന്നത് തമിഴ്നാട് തന്നെയാണ് കേട്ടോ. പ്രോപ്പർ തമിഴ്നാടല്ല, നല്ല ബോർഡറിൻ്റെ അങ്ങറ്റമാണ്. തമിഴ്നാട് തന്നെയാണ് ഇത്. നമുക്കിവിടുന്ന് അമ്മച്ചിക്ക് ഭയങ്കര മുടയാണ്, ഭയങ്കര ദേഷ്യമാണ് ഒരുമാതിരി. നമ്മൾ പിടിച്ചു പറിക്കാൻ പോണത് പോലെ. അതുപോലെ അവിടെ ഒരു പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഉച്ചയ്ക്ക് കറക്റ്റ് വന്നു 1 മണിക്ക് അവിടെ പോയി ഇന്ന് പാർസൽ പറഞ്ഞാണ് കിട്ടിയത്. 3:30-4 മണി അടുപ്പിച്ച്. അത്രയ്ക്ക് ലാഗാണ്. ഇന്ന് പിന്നെ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആ സമയത്തൊക്കെയായിരുന്നു കുറച്ച് ഫേമസ് ആയത്, അതും ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പം ഇതാണ് അപ്പം നമുക്ക് ഉള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ടാക്സി വണ്ടികൾ അധികം കൈ കാണിക്കത്തില്ല, പ്രൈവറ്റ് വണ്ടിയും കൈ കാണിക്കില്ല. മറ്റേ ചരക്ക് ലോറികൾ അങ്ങനത്തെ ഗുഡ്സ് വണ്ടികളെയാണ് കൂടുതലും ചെക്ക് ചെയ്യുന്നത്, പെർമിറ്റും കാര്യങ്ങളൊക്കെ. കൊറോണ സമയത്ത് ഇവിടെ നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. മറ്റേ
വേറെന്തോ ഒരു സംഭവം വേണമായിരുന്നല്ല, എന്തോ ഒരു ഇതെടുത്താലേ നമുക്ക് തമിഴ്നാട് കയറാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് വലിയ സുഖമില്ല, ഒക്കെ ഭയങ്കര കത്തി കേട്ടോ. ഒരു ഊണും ഒരു മീനും ആയപ്പോൾ 305 രൂപ. ഏത് കണക്കാണ്? മീൻ ചൂടോടെ കഴിച്ചാലേ കൊള്ളാവും, ഇല്ലെങ്കിൽ ഒരു ഉളുമ്പ് വരും. ഈ ഇവിടെ നിന്ന് റിസർവയറിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ചൂടോടെ ആണെങ്കിൽ അത് കഴിക്കാനും പറ്റില്ല, അകമെല്ലാം ഭയങ്കര ചൂടാണ്. ഇത്ര നേരം എടുത്തെന്ന് പറയാം മീൻ കഴിച്ച് തന്നെ വേർത്ത്. ഇത്തിരി മഴയുണ്ടെങ്കിലേ ഈ ഭാഗങ്ങൾ നല്ല ഭംഗിയുള്ളൂ. കാട്ടാക്കട 24, ട്രിവാൻഡ്രം 45. നമുക്കിനി പോയാണ് ഇലക്ട്രിക് വണ്ടി സർവീസിന് കൊടുത്തിരിക്കുന്നത്, അത് പോയി എടുക്കണം. ഇലക്ട്രിക് വണ്ടി എടുത്ത് ലാഭിക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ സർവീസായപ്പോൾ, മേജർ സർവീസായപ്പം 15 രൂപ കയറി. ബ്രേക്ക് പാഡ്, ഗിയർ ഓയില്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് വണ്ടി അവിടെ കുറച്ച് ലാഭം പിടിക്കാം, അല്ലെങ്കിൽ പണിയാണ്, അല്ലെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല. ഇല്ലെങ്കിൽ പിന്നെ CNG വണ്ടി തന്നെ എടുക്കണം. CNGയും ഇലക്ട്രിക്കും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല. പിന്നെ ടയർ ലൈഫ് ഇപ്പം അത്യാവശ്യം 35 കിലോമീറ്റർ ഓടി, അത്രയൊക്കെ തന്നെ ടയർ ലൈഫ് കിട്ടുള്ളൂ. 40-45 വരെ മാക്സിമം ഓട്ടിക്കാം, അത്രേ ഉള്ളൂ. അതൊക്കെ കിട്ടുന്ന വലിയ കാര്യമാണ്. ഇപ്പം ബാക്കിയുള്ള വണ്ടികൾക്കൊന്നും അത്ര കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. 20ൻ്റെ അകത്തെല്ലാം തീരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കിട്ടി, എന്തോ ഭാഗ്യം. എൻ്റെ അനിയത്തി ഓട്ടിക്കുമ്പോൾ മാത്രം ടയർ ലൈഫ് കുറച്ച് കിട്ടത്തില്ല. അവൾ കുറച്ച് ടയറൊക്കെ റോട്ടിലങ്ങ് ഒട്ടിച്ച് കൊടുത്തിട്ടൊക്കെ പോവുള്ളൂ. അവളിത്തിരി റാലി ഡ്രൈവർ എന്നാണ് അവളുടെ വിചാരം. വീട്ടിൽ നിന്ന് എടുക്കുമ്പോഴും റോട്ടിൽ പോകുമ്പോഴും അവൾ പോയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. റോട്ടിൽ ഫുള്ള് അവളുടെ വണ്ടിയുടെ പാട് കാണാൻ പറ്റും, ആ ടയറിൻ്റെ. എന്നിട്ട് നമുക്ക് അത്രയും കിട്ടി ലൈഫ്, അത് ഏറ്റവും വലിയ. ഇനി അടുത്ത സർവീസിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യേണ്ട സമയമാവും, അപ്പോൾ ഒരു എമൗണ്ട്. പക്ഷേ ടയറിന് വലിയ വിലയില്ല കേട്ടോ, 8000 രൂപയേ ഉള്ളൂ ഒരു ടയർ വരുന്നത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് കോമ്പൗണ്ട് ടയറാണ്, നമ്മുടെ സാധാ ടയർ ഇട്ടാൽ നിൽക്കത്തില്ല, ഈ ടയർ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമുക്കിനി വീഡിയോ അവസാനിപ്പിക്കാമല്ലേ, ഇനി വേറെ സംഭവമൊന്നുമില്ല. അപ്പം എന്തെങ്കിലും പ്രൈവറ്റ് ഓട്ടോകളുണ്ടെങ്കിൽ വിളിക്കുക, ഞാൻ ഓൾവേസ് കാണും. നമ്മുടെ ഫീൽഡിൽ ഇല്ലെന്ന് വിചാരിക്കേണ്ട, വീഡിയോ കണ്ടില്ലെങ്കിലും നമ്മളില്ലെന്ന് വിചാരിക്കലും നമ്മൾ ഇതിലെ പിറകിലൊക്കെ തന്നെ കാണും, ഒരു നിഴൽ പോലെ കാണും. എന്തായാലും യൂബർ ഓഫീസിൽ ഇന്ന് പോയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ യൂബർ ഓടിക്കുന്നവരെല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. അവന്മാർ ഏത് സമയവും എന്ത് കംപ്ലൈൻറ്റെങ്കിലും വന്നെന്നും പറഞ്ഞ് പിടിച്ച് ബ്ലോക്ക് ചെയ്യാൻ കാത്തിരിക്കുകയാണ് അവന്മാർ. നിങ്ങൾ അവന്മാർക്ക് പട്ടിയെ പോലെ പണി കഴിയുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പണി ചെയ്യുക. അതിനേക്കാളും നിങ്ങൾ കുറച്ചുകൂടെ റാപ്പിഡോ, ഓല, ബാക്കിയുള്ള ഇതിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുക. യൂബർ മൊത്തത്തിൽ നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ടെസ്റ്റ് സമയത്തെല്ലാം ആകുമ്പോൾ ഇതൊക്കെ അനുഭവിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇതിൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, വെറും വേസ്റ്റ് ഒരു സർവീസാണ് യൂബർ, പറയാതിരിക്കാൻ വയ്യ. നമ്മളെ അതിൽ അഡിക്റ്റഡ് ആക്കിയിട്ട് അവന്മാർ എടുത്തിട്ട് വേണമെങ്കിൽ കളയും. ഇതേപോലെ കളഞ്ഞാൽ പെട്ട്. ഭാഗ്യം വേറൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നു, ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ തന്നെ. കഴിയുന്നതും റാപ്പിഡോ, യാത്രി, അങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ. ഇവന്മാരും വേല വയ്ക്കും, പക്ഷേ നമുക്ക് എന്നാലും പറഞ്ഞു നിർത്താൻ പറ്റും. നമുക്ക് ഇവന്മാരെ യൂബറെ പോലെ പറഞ്ഞാൽ കേൾക്കും. യൂബർ കസ്റ്റമർക്ക് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ, ഡ്രൈവർമാരുടെ ഇതിനു വേണ്ടി ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ.